ഹരി ഓം, നമസ്തേ. ഈ തുലാം രാശിക്കാരിലെ ചോദ്യനക്ഷത്രം ഈ മാസം എങ്ങനെയുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ തുലാം രാശിക്കാർ കുറേ കാലമായിട്ട് ഭയങ്കര കഷ്ടപ്പാടിലായിരുന്നു എന്നുള്ളത്, അതായത് കുറേ കാലമായിട്ട് നല്ല ബെനിഫിറ്റ് കിട്ടുന്ന എന്ത് വന്നു കഴിഞ്ഞാലും കുറേ പ്രശ്നങ്ങളിലോട്ട് ഓട്ടോമാറ്റിക്കലി പോയി പൊരുന്നൊരവസ്ഥയായിരുന്നു തുലാം രാശിക്കാർ. മെയിനായിട്ട് ചോദ്യനക്ഷത്രം അങ്ങനെയുള്ള നക്ഷത്രത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ നിന്നൊരു മോചനം വരാൻ പോവാണ്. നിങ്ങൾക്ക് ആ പഴയ കാലങ്ങളൊക്കെ ഒരു എന്താ പറയുക, അത്യാസന്ന നിലയിൽ നിന്ന് പറഞ്ഞ പോലെ നല്ലൊരു വിഷമത്തിലുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഒരു പുനർജന്മം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോവുകയാണെന്നുള്ളതാണ്. ഓക്കെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൈ എനർജി ആയിരിക്കും. പക്ഷേ എടുത്തു ചാടിയിട്ടൊന്നും ചെയ്യരുത്. വളരെ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ, അതായത് എന്ത് ചെയ്യുന്നുണ്ടോ അതെല്ലാം നല്ല രീതിയിലേക്ക് നിങ്ങൾക്ക് ഉണ്ടായി വരും എന്നുള്ളതാണ്. ഓക്കെ. അത് നിങ്ങൾക്ക് നല്ല വളരെ കാലത്തിന് ശേഷം വരുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ ദാറ്റ് വിൽ ബ്രിങ്സ് ഗ്രേസ്ഫുൾ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഗ്രാജുവലി ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുള്ളതാണ്. ഓക്കെ. അത് പെട്ടെന്ന് ഉണ്ടാവില്ല, പതുക്കെ നിങ്ങൾ അതിലോട്ട് വന്നു ചേരുന്നുള്ളതാണ്. പക്ഷേ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും വിൽ ബി സ്റ്റേബിൾ ആൻഡ് ലോങ് ലാസ്റ്റിംഗ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് നല്ലൊരു കോൺഫിഡൻസോടെ ഇട്ടിട്ട് നല്ല പുതിയ തുടക്കങ്ങളിലേക്ക് പോകാം എന്നുള്ളതാണ്. അവിടെ ജനുവരി 11-12 ദിവസങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല ദിവസമാവാനുള്ള സാധ്യതയുണ്ട്. കാരണം പ്രത്യേകിച്ച് തുലാം രാശിയിൽ ചോദ്യനക്ഷത്രം ആക്റ്റീവ് ആവുന്ന ദിവസം കൂടിയിട്ടാണല്ലോ. അതുകൊണ്ട് 11-12 നല്ല ദിവസമാവാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതാണ്. അതുപോലെ ജനുവരി തന്നെ 21, 28, 29 ഈ ലോങ് ടേം സക്സസ് ഒക്കെ ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആ ദിവസങ്ങളിലോട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ലോങ് ടേം സക്സസ്സിലോട്ട് വരാനുള്ള സാധ്യത കൂടി കൂടുതലാണ്. ഓക്കെ. പിന്നെ ഈ യാത്രയൊക്കെ പോകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഒരു 11, 12, 28 ദിവസങ്ങളൊക്കെ ആണെങ്കിൽ ലോങ് ജേർണിയൊക്കെ പോകണ്ടാവുമല്ലോ. അതൊക്കെ നല്ല ദിവസമായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതാണ്. പിന്നെ ഈ സപ്പോർട്ടിങ് ലക്കി ഡേറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ 14-ാം തീയതി, 21-ാം തീയതി അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ 28, 29 ദിവസങ്ങളിൽ പോവുകയാണെങ്കിൽ കുറച്ചുകൂട്ടിയിട്ട് നല്ലതായിരിക്കും, അനുകൂലമായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. നിങ്ങളുടെ കുറേ കാലത്തെ വിഷമത്തിന് ശേഷം നിങ്ങളൊന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പാതയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം കിട്ടുമെന്ന് വിചാരിക്കുക. പക്ഷേ നിങ്ങൾ ഗ്രാജുവലി നിങ്ങൾ നല്ലൊരു ലെവലിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതാണ് ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകതയാണ് മെയിനായിട്ട് ഞാൻ ചോദിച്ചിട്ടുള്ള റീഡിങ്ങിൽ എടുത്തിട്ടുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു നല്ല ആളായിട്ട് മാറാനുള്ള, അല്ലെങ്കിൽ ഏത് തരത്തിലാണ്, സാമ്പത്തികമായിട്ടാണെങ്കിലും സാംസ്കാരികമായിട്ടാണെങ്കിലും ആരോഗ്യപരമായിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഒരു ജീവിതത്തിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും അതുപോലെ തന്നെ നല്ലത് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.